ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാപ്പിച്ചിനോ മിക്സർ ഒന്നും യൂസ് ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ കാപ്പിച്ചിനോ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാം കേട്ടോ, കാരണം എങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് വേണം നമുക്കിത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഒത്തിരി ടൈം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ സ്പൂണ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചധികം ടൈം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഇത് കളറൊക്കെ മാറിയിട്ട് ക്രീമി ആയിട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ചധികം ടൈം കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കളറ് മാറിയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ കാപ്പിച്ചിനോ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതാ നമ്മുടെ കാപ്പിച്ചിനോയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ ക്രീമി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്പൂണിൽ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂണ് വെച്ചിട്ട് കുറച്ചധികം ടൈമും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഒന്നും കൂടി ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടും കൂടി ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് സെയിം അളവിൽ 3 ടീസ്പൂൺ കോഫി പൗഡറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒരു ഹാൻഡ് മാത്രം ഇട്ടിട്ടാണ് നമ്മളിവിടെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതേപോലത്തെ ചെറിയ കപ്പിലൊക്കെ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു കൈ കൊണ്ട് കപ്പ് നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കപ്പ് ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് നമ്മുടെ കോഫി മിക്സ് എല്ലാ ഭാഗത്തും ആവും. അപ്പോൾ ഞാൻ തന്നെ ക്യാമറയുടെ ഫോക്കസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ എടുത്ത ടൈമിൽ എല്ലാ സൈഡിലേക്കും കോഫി മിക്സ് ആയിട്ടോ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കും, എനിക്ക് പറ്റിയൊരു അബദ്ധം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈകൊണ്ട് നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ എല്ലാ സൈഡിലും ആയിപ്പോവും. അപ്പോൾ അതാ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ട് കിട്ടുന്നുണ്ട്. ബീറ്റർ വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നിച്ച് ചെയ്തിട്ട് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പിച്ചിനോ ഉണ്ടാക്കുന്ന ടൈമിൽ മിക്സ് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നല്ല സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ഒരു കപ്പിലേക്ക് തിളപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാപ്പിച്ചിനോയുടെ മിക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ പാല് തിളയ്ക്കുന്ന ടൈമിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്രീം ഇട്ടിട്ട് പിന്നെ പാലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരാഴ്ച വരെ ഇത് വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാപ്പിച്ചിനോ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അത്രയും സിമ്പിളാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്